നമ്മൾ പറയണം, യാ അല്ലാഹ്, എനിക്ക് ബുദ്ധിമുട്ടാണ്, പക്ഷേ ഞാൻ നിന്നെ വിശ്വസിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഓരോ രാത്രിക്ക് ശേഷവും പ്രഭാതം വരുന്ന പോലെ, ഓരോ മഴയ്ക്ക് ശേഷവും ഒരു വെളിച്ചം വരുന്ന പോലെ, നമ്മൾ ഇപ്പോൾ ഇരുണ്ട ഘട്ടത്തിലായിരിക്കാം, പക്ഷേ അതൊരു സ്ഥിരമല്ല. അതിനാൽ ആ ഇരുണ്ട ഘട്ടമോർത്ത് നിങ്ങൾ അതിയായി സങ്കടപ്പെടരുത്. അള്ളാഹുവിന്റെ കരുണ നമ്മൾക്ക് തോന്നുന്നതിലും അടുത്താണ്. ഇന്ന് നിങ്ങൾ ഏകാന്തനാണെങ്കിൽ നാളെ അള്ളാഹു നിങ്ങൾക്ക് പിന്തുണ നൽകും. നമ്മൾ ജീവിതത്തിൽ നേരിടുന്ന പ്രശ്നങ്ങൾ, നഷ്ടങ്ങൾ, നിരാശകൾ അതൊന്നും ശിക്ഷയല്ല. അതൊരു പക്ഷേ ഒരു ഉയർച്ചയുടെ തുടക്കമാകാം. ഖുർആനിൽ പറയുന്നു, നിശ്ചയം പ്രയാസത്തോടൊപ്പം ഒരു എളുപ്പവുമുണ്ട്. ഇതൊരു വാഗ്ദാനമാണ്. പ്രയാസം ഒറ്റയ്ക്ക് വരില്ല, അതിന്റെ പിന്നാലെ ആശ്വാസം ഉറപ്പാണ്. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്മുടെ പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും ജീവിതം എളുപ്പമായിരുന്നോ? അദ്ദേഹം അനാഥനായിയാണ് തുടങ്ങിയത്. പിന്നീട് ഉപദ്രവങ്ങൾ, നിന്ദകൾ, യുദ്ധങ്ങൾ. അവർക്ക് ദുഃഖമുണ്ടായില്ലേ? ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം കഴിഞ്ഞ് അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉയർത്തി. ഇന്ന് ലോകമെമ്പാടും കോടിക്കണക്കിന് ആളുകൾ അവരെ സ്മരിക്കുന്നു. ഇതൊക്കെ നമ്മളോട് പറയുന്നത് എന്താണ്? പ്രിയപ്പെട്ടവരെ, അള്ളാഹു പരീക്ഷിക്കും, പക്ഷെ അവരെ ഒരിക്കലും ഉപേക്ഷിക്കില്ല. നമ്മൾ പലപ്പോഴും കരുതുന്നുണ്ടാവും, എനിക്ക് ഇത്രയും പ്രശ്നമുണ്ട്, അള്ളാഹു എന്നെ സ്നേഹിക്കുന്നില്ല. അത് ശരിയല്ല. ചിലപ്പോഴൊക്കെ ദുഃഖം എന്നത് അള്ളാഹു നമ്മളെ ഉയർന്ന പദവിയിലേക്ക് കൊണ്ടുപോകാനുള്ള മാർഗമാണ്. സ്വർണം തീയിൽ വെച്ച് ശുദ്ധമാക്കുന്നു, വജ്രം സമ്മർദ്ദത്തിൽ രൂപം കൊള്ളുന്നത് പോലെ വിശ്വാസിയുടെ ഹൃദയം പരീക്ഷകളിലൂടെ, പരീക്ഷണങ്ങളിലൂടെ അള്ളാഹു ശക്തമാക്കുന്നു. സഹനം അതൊരു ശക്തിയാണ്, ദൗർബല്യമല്ല. സഹനം എന്നത് നിശബ്ദമായി വേദന സഹിക്കുക മാത്രമല്ല, വിശ്വാസത്തോടെ മുന്നോട്ട് പോകുക എന്ന അർത്ഥമാണ്. നമ്മൾ പറയണം, യാ അല്ലാ, എനിക്ക് ബുദ്ധിമുട്ടാണ്, പക്ഷേ ഞാൻ നിന്നെ വിശ്വസിക്കുന്നു. അതാണ് നമ്മുടെ സന്തോഷത്തിന്റെ തുടക്കം. നമ്മൾ എന്തു ചെയ്യണം? നമസ്കാരം വിട്ടുകളയരുത്, ദുആ നിർത്തരുത്, അള്ളാഹുവിനെ കുറ്റപ്പെടുത്തരുത്, നിങ്ങളുടെ ആത്മവിശ്വാസം നഷ്ടപ്പെടുത്തരുത്. ഓർമ്മിക്കൂ, അള്ളാഹു നമ്മളെ ദുഃഖത്തിനായി തിരഞ്ഞെടുത്തിട്ടില്ല, അവൻ നമ്മളെ ഉയർത്താനാണ് തിരഞ്ഞെടുത്തത്. നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന വേദന ഒരു ദിവസം നിങ്ങളുടെ ശക്തിയുടെ കഥയായിരിക്കും. നിങ്ങൾ ഇപ്പോൾ കരയുന്ന കണ്ണീർ ഒരു ദിവസം നിങ്ങളുടെ വിജയത്തിന്റെ സാക്ഷിയായിരിക്കും. അള്ളാഹു ഒരിക്കലും അന്യായം ചെയ്യുന്നില്ല. അവന്റെ തീരുമാനം എല്ലായ്പ്പോഴും നന്മക്കായിരിക്കും. അതുകൊണ്ട് തല ഉയർത്തി നടക്കൂ, വിശ്വാസം കൈവിടരുത്, സഹനം പാലിക്കും. അള്ളാഹു ഒരു ദുഃഖം തരാം നമ്മളെ തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ അതിനൊപ്പം ഒരു സന്തോഷവുമുണ്ട്, അതിനൊപ്പം ഒരു എളുപ്പമുണ്ട്. എല്ലാ ദുഃഖങ്ങളും പ്രയാസങ്ങളും നീക്കി അള്ളാഹു നമുക്ക് സന്തോഷം നൽകുമാറാകട്ടെ. ഈ റമളാനിലെ ആദ്യത്തെ 10 കരുണ, റഹ്മ എന്ന പേരിലാണല്ലോ അറിയപ്പെടുന്നത്. അള്ളാഹുവിൽ നിന്നുള്ള കരുണക്കും അനുഗ്രഹത്തിനും വേണ്ടി നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. എല്ലാവർക്കും അള്ളാഹുവിൻ്റെ കരുണയും അനുഗ്രഹവും ലഭിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.